നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജു എല്ലാം അറിഞ്ഞല്ലേ? സാരമില്ല, എല്ലാം ശരിയാവും. ഞങ്ങൾ എല്ലാരും കൂടെയുണ്ട്. ഡോക്ടർ കേസ് ആക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കേസോ? എന്തിന്? സെക്ഷൻ 309 IPC ആത്മഹത്യ ശ്രമം. 1 വർഷം വരെ അകത്ത് കിടക്കാം. അതറിഞ്ഞിട്ടാണോ നീ ഇതിനിറങ്ങി തിരിച്ചത്? എടാ, ഇത് ചെയ്യുമ്പോൾ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. അപ്പൊ പിന്നെ ജയിലിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നു നിൽക്കുന്ന ഒരുത്തന്റെ മീതെ കേസും കൂടെ കെട്ടിവെക്കണോ? ആ ഡോക്ടറെ ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഗിരിയേട്ടാ, അതൊന്നും വേണ്ട. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. പോരാത്തതിന് കമ്മീഷണറെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. അയാള് കേസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം തല്ലുണ്ടാക്കലല്ല. ഇങ്ങനെയും കാര്യങ്ങളൊക്കെ പരിഹരിക്കാം. മഞ്ജുവിനൊന്ന് വിശ്വസിച്ച് അവിടെ ഇരിക്കടാ. ഒരു പെണ്ണിനെ വിശ്വസിച്ചാ നീ ഇവിടെ കിടക്കുന്നത്? എടാ, അവൾ എന്നെ പറ്റിച്ചെന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആവണമെന്നില്ലല്ലോ. നീ അനുഭവിച്ചിട്ടും പഠിച്ചില്ലല്ലേ? എടാ, പെണ്ണുങ്ങൾ ജീവിതത്തിൽ വന്ന പ്രശ്നമാണ്. അല്ല, അപ്പൊ നിന്റെ അമ്മയും പെങ്ങളോ? അവരെ കുറിച്ച് പറയണ്ട. എന്താ, അവര് പെണ്ണുങ്ങളല്ലേ? അത് അമ്മയും പെങ്ങളും. അവര് കുട്ടിക്കാലം മുതലേ നമ്മുടെ കൂടെ ഉള്ളവരാ, നമ്മുടെ ചോര. എവിടെ നിന്നോ കയറി വന്ന് ബന്ധം സ്ഥാപിക്കുന്നവരല്ല. എടാ, എല്ലാ സ്ത്രീകളും ആരുടെങ്കിലൊക്കെ അമ്മയും പെങ്ങളും ആയിരിക്കും. നീ കുറച്ചു നേരത്തെ എന്നെ ചതിച്ച പെണ്ണിന് പ്രാഗിയില്ലേ? അവക്കും ഒരു കുടുംബമുണ്ട്. സ്വപ്ന ആരെങ്കിലും പറഞ്ഞാൽ നിനക്ക് സഹിക്കോ? സ്വപ്ന ഒരിക്കലും ആരെയും ചതിക്കില്ല. കാപ്പി കാപ്പി. ആഹാ, ചേച്ചി എത്തിയോ? അയ്യോ, കാപ്പി ഞാൻ 2 പേർക്കേ വാങ്ങിച്ചിട്ടുള്ളൂ. അതൊന്നും സാരമില്ല. നീ ഇന്ന് ജോലിക്ക് പോയില്ലേ മോളെ? ഈ മനുഷ്യനെ രക്ഷിക്കേണ്ടി വന്നില്ലേ? ഹലോ, നാണല്ലേ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ? ഭാര്യയ്ക്കൂടി കൊടുക്ക്. നീ തന്നെ കൊടുത്തു. എന്തിന്? ചേച്ചി കെട്ടിച്ചു വിട്ടപ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി ഗിരിയേട്ടനെ ഏറ്റെടുത്തോണം. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. ഇങ്ങനെയൊക്കെയല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ ഹിന്ദുക്കളല്ലേ? ദേ വക്കീലെ, ചുമ്മാ വർഗീയത പറയരുത്. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. നീ ആ കാപ്പിയും കൊടുത്തേ. ഇവളെന്നെ വെറുതെ വർഗീയവാദിയാക്കും. വേണ്ട, ഗിരിയേട്ടൻ കുടിച്ചോളൂ. എനിക്ക് ആരുടെ ഔദാര്യൊന്നും വേണ്ട. ആ കുട്ടിയെ പേടിപ്പിക്കലടാ. അതെ, 2 പേർക്കും പ്രശ്നം വേണ്ട. ഗിരിയേട്ടൻ പകുതി കുടിച്ചിട്ട് ബാക്കി ചേച്ചിക്ക് കൊടുത്താ മതി. അല്ലേ വക്കീലെ? അത് ന്യായം. പഴംപൊരി ഒന്നേ ഉള്ളൂ. ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കുന്നു. നാണം, മുറി, കട്ടില്, ഫ്രൂട്ട്സ്. കറക്റ്റ് ഒരു ആദ്യ രാത്രി വൈബ് തന്നെയാ. നമുക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി കൊടുക്കാം. ഓ, ചേച്ചി
ഇരിക്ക്. വാ തുറക്കടി.